ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സൺഡേയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് കയറുമ്പോഴത്തേക്കും സമയം 10 മണിയായി കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. കടല ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് പുട്ടുണ്ടാക്കണോ അതോ ഉപ്പുമാവാക്കണോ എന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഉപ്പുമാവാകുമ്പോൾ വേഗം ആക്കാമല്ലോ. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഇന്ന് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ പോകണം കേട്ടോ. പുട്ടുണ്ടാക്കി നിൽക്കുമ്പോഴത്തേക്കും ഓരോന്നോരോന്ന് ആക്കുമ്പോൾ ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതിയതേ. അതാകുമ്പോൾ വേഗം ആവുമല്ലോ. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉപ്പുമാവ്. ആദ്യം തന്നെ ഉപ്പുമാവിനും കടലക്കറിക്കുമുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇൻഡക്ഷനിൽ ഉപ്പുമാവാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം വഴറ്റിയിട്ട് വെള്ളമൊഴിച്ച് തിളയ്ക്കാൻ വെച്ച് കേട്ടോ. ആ ഗ്യാപ്പിന് ഗ്യാസിൽ വന്നിട്ട് കടലക്കറിക്കുള്ളതെല്ലാം വഴറ്റിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ടൈമില്ലാത്തപ്പോഴാണ് കേട്ടോ രണ്ടടുപ്പിലും കൂടെ വെക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇൻഡക്ഷനിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഗ്യാസിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് കുക്ക് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഇൻഡക്ഷനാണ്. ഇൻഡക്ഷനിലാവുമ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിന് അനുസരിച്ച് നമുക്ക് ഹീറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ കടലക്കറിക്ക് വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഉപ്പുമാവിനുള്ളതെല്ലാം റെഡിയാക്കി കേട്ടോ. റവയെല്ലാം തട്ടിയിട്ട് എല്ലാം നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവെല്ലാം അടിപൊളിയായി സെറ്റായി കിട്ടി. എനിക്ക് പ്ലെയിൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ക്യാരറ്റും ബീൻസും പയറൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോഴേക്കും കടലക്കറിയിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കടല വേവിച്ച് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ആഡ് ചെയ്തിട്ടല്ല കേട്ടോ ഇന്ന് കടലക്കറി വെക്കുന്നത്. ഇങ്ങനെ കടല അരച്ചൊഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറുകുന്നനെ കിട്ടും കേട്ടോ. മറ്റു പൊടികളൊക്കെ ഇട്ട് ഈ അരച്ച കടലയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്ത് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ബാക്കി വേവിച്ച് വെച്ച കടലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കടലയിൽ പെരിഞ്ചീരകം ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും കേട്ടോ. പിന്നെ ഈ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ എല്ലാം കൂടെ വറുത്ത് പൊടിച്ച കുറച്ച് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പം മസാലയുടെ നല്ല മണം ഉണ്ടാവും. കറികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറ്റ് പാക്കറ്റിലുള്ള മസാലപ്പൊടികളൊന്നും വാങ്ങാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ആഡ് ചെയ്യുന്നത്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കടലക്കറിയുടെ മുഴുവൻ കംപ്ലീറ്റ് ആയേ. അങ്ങനെ ഉപ്പുമാവും കടലക്കറിയൊക്കെ ആക്കി വെച്ചിട്ട് വേഗം തന്നെ മീൻ മേടിക്കാൻ പോയി കേട്ടോ. സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി നേരെ പോയി. കുറച്ച് സമയം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ. നല്ല തിരക്കുണ്ടാവും. ഇവിടെ അടുത്ത് കടലായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. രാവിലെയും വൈകുന്നേരവും കിട്ടാറുണ്ട് മീൻ. പക്ഷെ ഞങ്ങളെപ്പോഴും രാവിലെയാണ് മേടിക്കാറ്. മീൻ മേടിച്ച് വരുന്ന വഴി ഒന്ന് കടയിൽ കയറി കേട്ടോ. കുറച്ച് പാലും തൈരും അങ്ങനത്തെയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഐറയ്ക്കൊരു ചോക്ലേറ്റും മേടിച്ച് നേരെ വന്നു. ഈയിടെയായിട്ട് ഐറയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് എല്ലാം കഴിപ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. തൈരും പാലും കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് നല്ലോണം തിരിച്ചറിയാം കേട്ടോ. തൈരിൻ്റെ പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ തൈരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാത്രം കൊണ്ട് പുറകെ വരുവേ. പച്ച തൈര് കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഉപ്പോ അങ്ങനെ ഒന്നും ഇടത്തില്ല കേട്ടോ. വെറുതെ തൈരെടുത്തിട്ട് കുടിക്കുക ചെയ്യാറ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തേ. അത് കഴിഞ്ഞ് അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വീണ്ടും രണ്ടാമത് ചോദിച്ചു കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ ഞാനങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കറിയൊന്നും വെച്ചാൽ കഴിക്കത്തില്ല. അതുകൊണ്ട് അതെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി കൊടുത്തതാണ്. അപ്പോഴേക്കും സമയം 11:30 ആയേ. മീനൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായി കേട്ടോ. അങ്ങനെ കടലക്കറിയും ഉപ്പുമാവൊക്കെ കഴിച്ചു. ഡ്രസ്സൊക്കെ ഇന്നലെ എല്ലാം അലക്കി വെച്ചതാണ് കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇത്രയും വെയിൽ കിട്ടുന്നത്. കുറേ ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അയയിലൊന്നും ഇട്ടിട്ടൊന്നും തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അകത്ത് കിടന്നൊരു ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു. അത് പുറത്ത് വെയിലത്ത് കൊണ്ടിട്ടിട്ട് അയറയുടെയും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു തുണികളെല്ലാം അതിലെല്ലാം വിരിച്ചിട്ട് കേട്ടോ. എല്ലാ ദിവസവും മഴയായതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് മീൻ വെട്ടാമെന്ന് കരുതിയിട്ട് ഐറയെ കുറച്ച് സമയം ഉറക്കി കേട്ടോ. കൊണ്ട് നടന്നിട്ടൊക്കെയാണ് ഉറക്കിയത്. അവൾ ഉറക്കിയില്ലെങ്കിൽ പിന്നെ മീൻ വെട്ടുന്നിടത്ത് വന്ന് മുഴുവൻ അലമ്പായിരിക്കും. മാക്സിമം അവളില്ലാത്ത സമയം നോക്കിയാണ് കേട്ടോ മീൻ മുറിക്കാറ്.
ഇന്ന് 2 ഐറ്റം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അയല എടുത്തിട്ട് മുഴുവൻ കഴുകിയിട്ട് ഇന്നത്തെ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കാമെന്നാണ് കരുതിയത്. ബാക്കി കഴുകിയെല്ലാം ഫ്രിഡ്ജിലാക്കി. അങ്ങനെ മീൻ വൃത്തിയാക്കി മുളക് പൊടിയും മഞ്ഞയും ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി വെച്ച് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. അത് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യാൻ വെച്ചത്. ഇടയ്ക്കൊക്കെ മീനിൽ മസാല തേക്കുമ്പോൾ അതിൽ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യും കേട്ടോ. ചിലപ്പോഴൊക്കെ എണ്ണയിലാണ് ഇടാറ്. ഇന്ന് എണ്ണയിലിട്ടതും കുറേ പൊട്ടിത്തെറിച്ചു കേട്ടോ. കയ്യിലെല്ലാം എണ്ണ തെറിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് നല്ല ഫ്രഷ് അയലയാണ് കേട്ടോ കിട്ടിയത്. മാത്രമല്ല നല്ലോണം ഇപ്പം ഫിഷിനൊക്കെ വില കുറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ പാത്രത്തിലെല്ലാം കൂടെ ഇടാൻ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ. പക്ഷെ നടന്നില്ല. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വെയിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമായേ. ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വെയിലത്തെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ. ചവിട്ടിയും ഉള്ളിയും കിച്ചണിലെയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. കണ്ടിന്യൂസ് ഇങ്ങനെ മഴ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഉണങ്ങാനും. നമുക്ക് വെയിലുള്ളപ്പം ഉള്ളതുപോലെ അല്ലല്ലോ. ഒരു സുഖമില്ലാത്തൊരു അന്തരീക്ഷമാണ്. മഴയത്ത് ചെളിയെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനും പരിസരമൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ ചോറിന് മീൻ പൊരിച്ചതും അതിന് കോമ്പിനേഷനായിട്ട് തന്നെ തൈര് കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. മോര് കാച്ചിയത്, അതും തേങ്ങ അരയ്ക്കാതെ തന്നെ വെറുതെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അങ്ങനെ മോര് കാച്ചിയതാണ് കേട്ടോ. തേങ്ങ അരച്ച് മോര് കറി വയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്നതിനാണ്. ആ പുളിയുടെയൊക്കെ നല്ല ടേസ്റ്റ് അറിയുന്നത് അപ്പോഴാണ്. ഇന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുത്തു കേട്ടോ. മീനൊക്കെ വെട്ടിയും അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പേരയ്ക്ക കഴിക്കാമെന്ന് കരുതിയേ. പേരയ്ക്കൊക്കെ മുറിച്ച് അതിൽ കുറേ എൻ്റെ കലാപരിപാടികളൊക്കെ നടത്തി കേട്ടോ. അയറയ്ക്കും അങ്ങനെ മുറിച്ചെല്ലാം കൊടുത്തു. അങ്ങനെ അയറയ്ക്കും ഒരു പ്ലേറ്റിൽ ചോറൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. മീൻ വറുത്തതൊക്കെ വെച്ച്. ആളങ്ങനെ അധികം കഴിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വാരി കൊടുത്തിട്ടൊന്നും കഴിക്കുന്നൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴാട്ടോ ഇത് കാണുന്നത്. രാവിലെ കൊടുത്ത ചിപ്സ് മുഴുവൻ വരാന്തയിൽ തട്ടി വെച്ചിട്ട് മുഴുവൻ ഉറുമ്പായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അയറയും കൊണ്ട് കുറച്ച് സമയം പുറത്തൊക്കെ വന്നു കേട്ടോ. കുറച്ച് സമയം അവൾ മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ചൊക്കെ നിന്നു. അകത്ത് തന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര മടുപ്പാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെയിലെല്ലാം വരുമ്പോൾ കുറച്ച് സമയം പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മണ്ണെല്ലാം വാരി കളിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് മുരിങ്ങയിലും മുരിങ്ങയ്ക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ മഴ കാരണം ഫുള്ള് കാട് പോലെ ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് കയറി പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇങ്ങനെ കുറേ സമയമൊക്കെ നോക്കിയേ. പക്ഷെ ഒരുപാട് നിൽപ്പുണ്ട്. എല്ലാം ഇങ്ങനെ വെറുതെ പറിക്കാതെ ഉണങ്ങി പോകുന്നുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വെയിലൊക്കെ കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ അയറയൊക്കെ കൊണ്ടിങ്ങനെ നടന്നു കേട്ടോ. അകത്തിരിക്കുന്നതിനേക്കാൾ പുറത്ത് വരുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ടേ. ഇവിടെ എപ്പോഴും ഇങ്ങനെ കുറേ കിളികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് മുന്നേ ഈ കിളിയുടെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. 2 മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിരിഞ്ഞിട്ട് കിളികളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയതാണേ. പിന്നെ പ്രാവൊക്കെ വന്നിരിപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പുറമൊക്കെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി കേട്ടോ. അങ്ങനെ വേസ്റ്റൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ചു. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ അയറ. കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രേസ്ലെറ്റ് മേടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് പക്ഷേ ആൾ കണ്ടത് തൊട്ട് എനിക്ക് തരുന്നില്ല കേട്ടോ. ഫുൾ ടൈം അയറയുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനും അയറയും കുളിച്ച് ഫ്രഷായി വന്നു കേട്ടോ. നേരത്തെ മേടിച്ചതിൽ കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നേ. അയറയ്ക്ക് കോളിഫ്ലവർ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അധികം കഴിക്കത്തൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പീസ് ഇങ്ങനെ പെറുക്കി കഴിക്കും കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു 3 മുട്ടയും കൂടെ പുഴുങ്ങുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെ തയ്യാറാക്കുന്ന മാവിൽ തന്നെ മുട്ട ബജി പോലെയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചായ ആദ്യം ആക്കി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. കോളിഫ്ലവർ ഫ്രൈ ആക്കുമ്പോഴത്തേക്കും വേവിച്ച് വെച്ച മുട്ട മുഴുവൻ അലമ്പാക്കി തന്നു കേട്ടോ. മുഴുവൻ പൊടിച്ച അവസാനം ഒന്നിനും കൊള്ളാത്ത പരുവത്തിനാക്കി. പക്ഷേ ഞാനത് വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അത് തന്നെ എടുത്തിട്ട് ഒരുവിധം എങ്ങനെയോ ഫ്രൈ ആക്കിയൊക്കെ എടുത്തു. വേവിച്ച മുട്ട കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ കൊടുത്തത് കേട്ടോ. പക്ഷെ അവളെല്ലാം പൊടിയാക്കി തന്നു കേട്ടോ. മുട്ട പൊടിഞ്ഞു പോയെങ്കിലും കോളിഫ്ലവറിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയത് മുട്ടയ്ക്കാണ്. ഫ്ലവർ ഫ്രൈ ഒക്കെ വെച്ച് ഞങ്ങൾ 3 പേരും ചായയൊക്കെ കുടിച്ചു. അയറയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.